ഇറാഖ് സന്ദർശന വേളയിൽ വധശ്രമം നേരിട്ടതായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വെളിപ്പെടുത്തൽ. അടുത്ത മാസം പുറത്തിറങ്ങുന്ന ഹോപ്പ് എന്ന ആത്മകഥയിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. 2 ചാവേറുകളാണ് തന്നെ ലക്ഷ്യമിട്ടതെന്നും ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആണ് ഇവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതെന്നും അദ്ദേഹം പറയുന്നു. പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. 2021 മാർച്ചിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറാഖ് സന്ദർശിച്ചത്. ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഇറാഖിലെത്തുന്നത്. 3 ദിവസത്തെ പരിപാടികളാണ് മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നത്. ആഭ്യന്തര സംഘർഷങ്ങളും IS പടയോട്ടവും മൂലം ഇറാഖി ക്രൈസ്തവരിൽ ഭൂരിഭാഗവും പലായനം ചെയ്തിരുന്നു. ഇറാഖിൽ പോകരുതെന്നാണ് എല്ലാവരും ഉപദേശിച്ചതെന്ന് മാർപ്പാപ്പ പറയുന്നു. എന്നാൽ പോകാൻ തന്നെയായിരുന്നു തീരുമാനം. മൊസൂൾ നഗരത്തിലെ പരിപാടിയിൽ ചാവേറാക്രമണം ഉണ്ടാകാമെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് സംഘടനകൾ ഇറാഖി പോലീസിന് മുന്നറിയിപ്പ് നൽകി. സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ ഘടിപ്പിച്ച ഒരു യുവതി മൊസൂളിലേക്ക് തിരിച്ചുവെന്ന മുന്നറിയിപ്പ് ലഭിച്ചു. ഒരു വാനും അതിവേഗത്തിൽ മൊസൂളിലേക്ക് തിരിച്ചതായി അറിയിപ്പ് വന്നു. തന്നെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് പിറ്റേന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് തിരക്കി. ഇറാഖി പോലീസ് ഇടപെട്ടെന്നും 2 ചാവേറുകളും ജീവനോടെ ഇല്ലെന്നുമായിരുന്നു മറുപടിയെന്നും മാർപ്പാപ്പ എഴുതുന്നു. ജനുവരി 14-നാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്.